ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കുൾ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം നമ്മുടെ ഔട്ട്ലെറ്റിലെ പുതിയ ലോഡിൻ്റെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ലോഡിലുള്ള കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള റോസുകൾ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ അന്നെടുപ്പേരി എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. വളരെ റെയറായിട്ട് മാത്രമുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് ഓൺലൈനിൽ നിന്നായാലും ഡയറക്റ്റ് നഴ്സറികളിൽ നിന്നായാലും മേടിക്കാനായിട്ട് നമുക്ക് കിട്ടാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ അന്നെടുപ്പേരി എന്ന് പറയുന്നത്. വളരെ റെയറാണ്. യെല്ലോ ക്ലൈംബറാണ്. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ്. ഇത് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്നും ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഈ പൂക്കൾ ഉണ്ടാവുക. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ട്. അത് ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ എന്തോരം പൂക്കളും മൊട്ടുകളാണെന്ന് കണ്ടില്ലേ. ഇത് 5 കിലോയുടെ നമ്മുടെ സാധാരണ പ്ലാന്റ്സ് ഇല്ലേ, 5 കിലോയുടെ ബാഗിൽ വരുന്ന ആ ഒരു ബാഗിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ 5 കിലോയുടെ കവറിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ്. നമ്മളൊരു ചെടിച്ചട്ടിയിലൊക്കെ വെക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പൂക്കളുണ്ടാവും. നമ്മുടെ ഗാർഡനിലായാലും നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് ആപ്രിക്കോട്ട്. ഈ റോസ് ഒരു ഫ്ലോറിബണ്ട ടൈപ്പാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റെയർ ആയിട്ടുള്ളൊരു ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നൊരു റോസാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂവാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ക്രീമി വൈറ്റും പിങ്കും ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് മറ്റൊരു ക്രീപ്പറാണ്, ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ട് വരുന്നൊരു ക്രീപ്പർ റോസാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയാണ് പൂക്കൾക്ക് കാണാനായിട്ട്. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. വളരെ റെയർ ആയിട്ട് വരുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഏകദേശം പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയ സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇത് വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും പൂക്കൾ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. 1, 2, 3 പൂക്കളൊക്കെ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാവാറുണ്ട്. അടിപൊളി വെറൈറ്റി തന്നെയാണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. മിക്കവാറും ഒരു ബ്രാഞ്ചായിരിക്കും കേട്ടോ ഉണ്ടാവാറുള്ളത്. നമുക്ക് 2, 3 ബ്രാഞ്ചൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. ഒരു ബ്രാഞ്ചുള്ള പ്ലാന്റ് തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. കാരണം പ്ലാന്റ്സിൻ്റെ സൈസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതുകൂടെ പറയുന്നത്. വലിയ പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത പ്ലാന്റ്സ് ആണ്. പിന്നെയുള്ളത് ക്രീപ്പർ ജാക്കി. യെല്ലോയും വൈറ്റും കോമ്പിനേഷനിലാണ് പൂക്കൾ വരാറുള്ളത്. വിരിയുന്ന സമയത്ത് ഈ ഒരു യെല്ലോ ഷെയ്ഡും ഒരു ചന്ദന കളറാണ്. ചന്ദന റോസ്, നാടൻ ചന്ദന റോസ് എന്നും ഈ ഒരു പ്ലാന്റിന് പേരുണ്ട് കേട്ടോ. വിരിഞ്ഞ് കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റ് കളറിലോട്ട് മാറും. അപ്പോൾ ഒരു പൂവിങ്ങനെ ബ്രാഞ്ചിലിങ്ങനെ നിൽക്കുമ്പോൾ വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടായിരിക്കും പൂക്കൾ ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെയുള്ളത് പിങ്ക് ബിഗ് ക്രീപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ബിഗ് ആയിട്ടുള്ള പിങ്ക് ക്രീപ്പറാണ്. നിറയെ പൂക്കളുണ്ടാവും. നാടൻ റോസാണ് കേട്ടോ ഇത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. പിങ്ക് ബിഗിൻ്റെ നാടൻ റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സമ്മർ സ്നോ റോസാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവുന്ന സമ്മർ സ്നോ റോസാണ്. സമ്മർ സ്നോയുടെ തന്നെ പിങ്ക് ഷെയ്ഡിലുള്ള അഹല്യ റോസിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. സമ്മർ സ്നോയും ഉണ്ട്, അഹല്യയുണ്ട്, സമ്മർ സ്നോയുടെ ക്ലൈംബറും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. നല്ലോണം നല്ല സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്യുവർ ആയിട്ടുള്ള ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടുക കേട്ടോ. വിരിയുന്ന സമയത്ത് ഈ ഒരു കളർ ഷെയ്ഡായിരിക്കും. കൊഴിയാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് കളർ ഒന്ന് ലൈറ്റുള്ള കുറച്ചുകൂടെ ഒന്ന് ഡാർക്കൺ ആവും. പക്ഷേ ആ പൂക്കൾക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൽ തന്നെ കൊഴിയാറായൊരു ഫ്ലവർ കൂടെ നിൽക്കുന്നുണ്ട്. നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ക്ലൗഡ് 10 എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ക്ലൗഡ് 10 എന്ന് പറയുന്നതാണ്. നന്നായിട്ട് പൂക്കളുണ്ടാവും. പൂക്കൾ കാണാനായിട്ട് ഇതുപോലെ ആവട്ടോ ഉണ്ടാവും. നമ്മുടെ നോർമൽ വൈറ്റ് റോസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ആ ഒരു വെറൈറ്റി അല്ല ഇത്. ക്ലൗഡ് 10 എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കളുണ്ടാവും. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതാണ് പൂക്കൾ കേട്ടോ കാണാനായിട്ട്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ പനിനീർ റോസാണ്. ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ്. നല്ലൊരു വാസനയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. പിങ്ക് ഷെയ്ഡാണ്. 2 ടൈപ്പ് പനീർ റോസ് വരുന്നുണ്ട്. ഷോർട്ടായിട്ട് നിന്ന് ഫ്ലവറിങ് ആവുന്നതും നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നിന്നിട്ട് ഫ്ലവറിങ് ആവുന്നതുമാണ്. പടർന്ന് പന്തലിക്കുന്നത് നല്ലതുപോലെ നല്ല ഹൈറ്റിന്, ഒരു വീടിൻ്റെ പൊക്കം അത്രയും ഹൈറ്റിന് വന്നിട്ടാണ്
പൂക്കൾ ഉണ്ടാവുക. ഷോർട്ടായിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇത് കൊത്തുമഞ്ഞ റോസാണ്, നല്ല ഭംഗിയാണ്. കൊത്തുമഞ്ഞ നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ കൊത്ത് ഓറഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ഗോൾഡനും ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ആ ഒരു പ്ലാന്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. കൊത്തുമഞ്ഞ എന്നാണ് ഐഡി വരുന്നത്. ഇതൊക്കെ നമ്മുടെ കാറ്റലോഗിലത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കാറ്റലോഗിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വരാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്നതിൽ. പിന്നെ ബട്ടർഫ്ലൈ റോസാണ്, പിങ്ക് കളർ ബട്ടർഫ്ലൈ ആണ്, ഡബിൾ പെറ്റലാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പിങ്ക് റോസ് എന്ന് പറയുന്നത്. ഇതേ കണ്ടില്ലേ, ബഞ്ചായിട്ട് തന്നെ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ ഒരു റോസ്. അടുത്തതായിട്ട് എലിസബത്ത് റോസാണ്. എലിസബത്ത് രാജ്ഞിയെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു ടൈപ്പ് റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ ഇത് പൂക്കൾ ഉണ്ടാവും. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള കെയറിങ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു റോസ് വെറൈറ്റി ആണ്. കണ്ടോ, ഇങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ പൂക്കൾ പിടിക്കും. ബഞ്ചായിട്ടില്ല, ഇത് പൂക്കൾ നല്ലതുപോലെ പൂക്കൾ പിടിക്കും. ഇതിപ്പോൾ ഓരോ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് മജോരെ ഫെയർ എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ്. നിറയെ പൂക്കളുണ്ടാവും. ബട്ടർഫ്ലൈ റോസാണ്, സിംഗിൾ പെറ്റലാണ്. നടുക്ക് ഇങ്ങനെ യെല്ലോ കളറ്, ചുറ്റിനും വൈറ്റ്, അതിൻ്റെ ചുറ്റിനുമായിട്ടാണ് ഈ ഒരു മജന്ത ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ബഞ്ചായിട്ട് പൂക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അടിപൊളി വെറൈറ്റി തന്നെയാണ്. മജോരെ ഫെയർ എന്നാണ് കേട്ടോ ഐഡി വരുന്നത്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ വെറൈറ്റീസ് ആണ്. മാർഗോ കോസ്റ്ററിൻ്റെ ഓറഞ്ച് കളറുണ്ട്, അതുപോലെ തന്നെ മാർഗോ കോസ്റ്ററിൻ്റെ 3 ഷെയ്ഡാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഫസ്റ്റ് എത്തത് ഓറഞ്ചാണ്. ഇതേ സൈസിനുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മാർഗോ കോസ്റ്റർ ഓറഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും. നല്ലൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മാർഗോ കോസ്റ്റർ റെഡ് ആണ് കേട്ടോ. ഇതും മാർഗോ കോസ്റ്റർ ഓറഞ്ച് തന്നെയാണ്. ഇതേ കളർ ഷെയ്ഡ് കണ്ടില്ലേ, നല്ല ഡാർക്കായിട്ടും വരാറുണ്ട്, അതുപോലെ ലൈറ്റ് ഷെയ്ഡിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് മാർഗോ കോസ്റ്റർ വൈറ്റ് പിങ്ക് മിക്സ് ആണ്. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടാനില്ലാത്ത വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാർഗോ കോസ്റ്റർ പിങ്ക്. പിന്നെ നമുക്ക് മാർഗോ കോസ്റ്റർ റെഡ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബേബി പാരഡൈസ് ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് റോസിൻ്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നമ്മുടെ കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അയക്കുന്ന റോസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഉടനെ തന്നെ വാട്സപ്പിൽ വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ കൊടുക്കുക.